വരട്ടെ. നമുക്ക് അതിനകത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാവരും വൈകിച്ചത്, എല്ലാ പാർട്ടികളും വൈകിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആരും തയ്യാറായില്ലല്ലോ. പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അതനുസരിച്ച് ഉടൻ തന്നെ പല ഘട്ടങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകും. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഒറ്റ ഇരിപ്പിൽ തീരുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം ഫൈനൽ അന്തിമഘട്ടത്തിലാണ്. ഞങ്ങൾ പിന്നെ അത് യാത്രയായിരുന്നു, താല്പര്യം കാണിക്കുന്നത് ഇലക്ഷൻ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിന് തൊട്ട് പിന്നാലെ തന്നെ UDF-ന്റെ അല്ല, അവർ വരട്ടെ, അവർ പ്രഖ്യാപിക്കട്ടെ. അത് കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, അതിനെ തുടർച്ചയായിട്ട് നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപനങ്ങൾ നടത്തും. ഒരു പ്രതിസന്ധി അവിടെ ഇല്ല. മലബാർ മേഖലയിൽ ലീഗുമായിട്ടുള്ള സീറ്റ്, മലബാർ മേഖലയിൽ ലീഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീറ്റ് ഒരു തർക്കമില്ല. സീറ്റ് വേണ്ട, അവർ കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ കുറേ വാർത്തകളല്ല, കുറേ സീറ്റുകൾ ചോദിച്ചു, മറ്റേ ഒരു സീറ്റ് അവർ കൂടുതൽ ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഏത് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ മണിക്കൂർ ഇരുന്നാൽ തീരുന്ന കാര്യങ്ങളില്ല. ആ ഫൈനൽ ഘട്ടത്തിലാണ്, വെച്ച് മാറുന്നതൊക്കെ ഫൈനൽ ഘട്ടത്തിലാണ്. ഒരു മണിക്കൂർ ഇരുന്നാൽ തീരും. അത് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയേ ഉള്ളൂ. വാശിയൊന്നും പിടിക്കണുള്ള ആരും. അതെനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ച് ഡൽഹിയാണ്. അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം, ഞങ്ങളല്ല എടുക്കേണ്ടത്. MP-മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നാ അത് വരട്ടെ, നമ്മൾ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയണേ. വെറുതെ കയറി എന്നിട്ട് രാത്രിയാകുമ്പോൾ പറയും VD സതീശൻ രാവിലെ പ്രഖ്യാപിച്ചു, എന്ന് ഉടനെ സ്ഥാനാർത്ഥി ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.